Dear students, today we will discuss Poisson distribution. That is Poisson distribution part 1. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് 3 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ്. അതിനു മുമ്പ് നമ്മൾ +2 ലെവലിലുള്ള പ്രോബബിലിറ്റിയും പഠിച്ചു. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനാണ്. ഈ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ BSc മാത്സ് സ്റ്റാറ്റിസ്റ്റിക്സുകാർക്ക് പഠിക്കാനുണ്ട്. BA, BCom, BCA, BBA, BTech, MA, MTech, MBA ഇവർക്കെല്ലാം പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കാനുള്ളതാണ്. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഇമ്പോർട്ടൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമുക്ക് നോക്കാം. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ derived by the noted mathematician Simon D. Poisson in 1837 is also one of the important discrete probability distributions. It expresses the probability of a number of events occurring within a given time interval. ഒരു ടൈം ഇൻ്റർവെല്ലിൽ ഉണ്ടാകുന്ന ഇൻസിഡൻറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നത്. Poisson distribution is widely used in business management. A few examples of situations that can be analyzed by Poisson distributions are as follows. എവിടെയൊക്കെയാണ് നമ്മൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നതെന്ന്. ഇത് occurrence of accident in a factory in a week. ഒരു വീക്ക് ഇൻ്റർവെല്ലിൽ ഉണ്ടാകുന്ന ആക്സിഡൻറ്റ്. ഇത് നമ്പർ ഓഫ് ഫോൺ കോൾസ് റിസീവ്ഡ് ഇൻ an hour. ഒരു മണിക്കൂറിലുണ്ടാകുന്ന ടെലിഫോൺ കോൾസ്. എറേഴ്സ് ഇൻ ടൈപ്പിംഗ് പെർ പേജ്, ഒരു പേജിലുണ്ടാകുന്ന ടൈപ്പിംഗ് എറർ. ദ നമ്പർ ഓഫ് ഇൻഷുറൻസ് ക്ലെയിംസ് പെർ ഇയർ. ഇതൊക്കെ നമ്മൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചാണ് കാണുന്നത്. ഇറ്റ് ഈസ് പോസിബിൾ ടു ഡിറൈവ് ദ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആസ് ദ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വേർ P the probability of success in a trial is very small, N is large, and NP number of trials and P probability NP equal to lambda എന്നാണ്. ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ പ്രോബബിലിറ്റി വളരെ കുറവും സക്സസിൻ്റെ പ്രോബബിലിറ്റി വളരെ കുറവും നമ്പർ ഓഫ് ട്രയൽസ് വളരെ ലാർജ് ആകുമ്പോൾ നമ്മളിത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനായി മാറും. ഇത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എ വേരിയബിൾ എക്സ് റെപ്രസെന്റ് ദ നമ്പർ ഓഫ് ടൈംസ് ദ ഈവന്റ് ഒക്കർ ഇൻ ആൻ ഗിവൺ ഇന്റർവൽ ഓഫ് ടൈം. The mass function can be written as probability of x equal to x, that is probability of x. Small x ആണ് ഇത്, small x. That is probability of capital X equal to small x equal to e to the power of minus lambda power x divided by factorial x equal to 0, 1, 2, 3 so on. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് എക്സിൻ്റെ P of x പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. e power minus lambda power x divided by factorial x. Lambda is said to be the parameter of the distribution. ഈ ലാംഡയാണ് പാരാമീറ്റർ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കലി എക്സ് ഫോളോസ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ. ഇങ്ങനെ എഴുതിയ അതിൻ്റെ അർത്ഥം എക്സ് ഫോളോസ് പോയ്സോൺ. എക്സ് എന്ന് പറയുന്ന ഒരു പോയ്സോൺ പാരാമീറ്റർ ആണ്, ഒരു പോയ്സോൺ വേരിയബിൾ ആണ്. എക്സ് എന്ന് പറഞ്ഞ ഒരു പോയ്സോൺ വേരിയബിൾ ആണ്. അതിൻ്റെ പാരാമീറ്റർ ലാംഡ എന്നാണ് അർത്ഥം. എക്സ് ഫോളോസ് പി ലാംഡ എന്ന് എഴുതിയാൽ. Next, mean of the Poisson distribution. Let x be a Poisson variable with the mean lambda. That is, x follows a Poisson distribution with the parameter lambda. അപ്പോൾ അതിൻ്റെ മീൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. മീൻ ദാറ്റ് ഈസ് മ്യൂ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഈക്വൽ ടു 0 up to infinity എക്സ് പി ഓഫ് എക്സ്. അപ്പോൾ എക്സ് എഴുതി പി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e to the power of minus lambda power x divided by x factorial. എന്നിട്ട് എക്സിന് ആദ്യം 0 കൊടുക്കുക. ഇപ്പോൾ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 0 കിട്ടി. ദെൻ എക്സിന് നമ്മൾ എന്ത് ചെയ്യണം? എക്സിന് 1 കൊടുക്കുക. എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ 1ഉം 1ഉം കൂടെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് എന്താ ഉള്ളത്? ലാംഡ പവർ 1 ഇൻറ്റു ഇ പവർ മൈനസ് ലാംഡ, അത് കിട്ടി. അത് കഴിഞ്ഞ് എക്സിന് 2 കൊടുക്കുക. അപ്പം ഇവിടെ 2 ഫാക്ടോറിയൽ, അത് രണ്ടും കൂടെ പോയി 2ഉം 2 ഫാക്ടോറിയലും കൂടെ പോയിട്ട് എന്താ? ഈ ലാംഡ സ്ക്വയർ ലാംഡ പവർ 2 ഇൻറ്റു ഇ പവർ മൈനസ് ലാംഡ. അത് കഴിഞ്ഞ് നമ്മൾ ലാംഡയ്ക്ക് എക്സിന് 3 കൊടുക്കുക.
3 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3യും ഇവിടെ 3 ഫാക്ടോറിയലും ആവുള്ളത്. അപ്പം 3യും 3 ഫാക്ടോറിയലൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? താഴെ 2 ഫാക്ടോറിയൽ കിട്ടും. 3 എന്ന് പറഞ്ഞാൽ 3 ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 ആണ് 3 ഫാക്ടോറിയൽ. അപ്പോൾ ഈ 3 3 പോയി താഴെ 1 × 2, അപ്പോൾ 2 ഫാക്ടോറിയൽ ആണ്. അതിവിടെ കിട്ടും. ഇവിടെ ലാംഡ ക്യൂബ് e to the power minus ലാംഡ. ദെൻ ലാംഡ ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 4 കൊടുക്കുക. എക്സ് ഈക്വൽ ടു 4 കൊടുക്കുക. അപ്പോൾ ഇവിടെ 4 കിട്ടും. ഇവിടെ 4 ഫാക്ടോറിയൽ കിട്ടും. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 1 × 2 × 3 × 4. അപ്പോൾ 4ഉം 4ഉം കൂടെ പോയി കഴിഞ്ഞാൽ താഴെ 3 ഫാക്ടോറിയൽ. അതാണ് 3 ഫാക്ടോറിയൽ ഇൻറ്റു ലാംഡ റൈസ് ടു 4 ഇൻറ്റു e പവർ മൈനസ് ലാംഡ. ഇതിൻ്റെ അകത്തൊക്കെ എന്ത് ചെയ്യും? ലാംഡ ഇൻറ്റു e പവർ മൈനസ് ലാംഡ പുറത്തെടുക്കും. അപ്പോൾ ഇവിടുന്ന് 1 കിട്ടും. 1 ഇവിടുന്ന് ലാംഡ വരും. ഇവിടുന്ന് ലാംഡ വരും. ഇവിടുന്ന് ലാംഡ സ്ക്വയർ വരും. ലാംഡ സ്ക്വയർ ബൈ ഫാക്ടോറിയൽ 2 വരും. ഇവിടുന്ന് ലാംഡ ക്യൂബ് ബൈ ഫാക്ടോറിയൽ 3 വരും. ഇങ്ങനെ വരും. ഇതാണ് വരിക. ദെൻ ഇതെന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് ഇത് e to the power of ലാംഡയുടെ എക്സ്പാൻഷൻ ആണ്. e to the power of ലാംഡയുടെ e പവർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ ഫാക്ടോറിയൽ 2 പ്ലസ് എക്സ് ക്യൂബ് ബൈ ഫാക്ടോറിയൽ 3 പ്ലസ് അങ്ങനെയാണ്. അപ്പം ഇവിടെ എക്സിന് സ്ഥാനത്ത് ഇവിടെ ലാംഡയുള്ളത്. അപ്പം ഇത് e പവർ ലാംഡയുടെ എക്സ്പാൻഷൻ ആണ്. അത് നിങ്ങൾ ഓർമ്മ വേണം. ഇത് e പവർ ലാംഡയുടെ എക്സ്പാൻഷൻ ആണ്. അതാണ് ഇവിടെ e പവർ ലാംഡ എഴുതിയത്. ഇൻറ്റു ലാംഡ ഇത് ലാംഡ ഇൻറ്റു e പവർ ലാംഡ ഇൻറ്റു e പവർ ലാംഡ. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് ലാംഡ. ദാറ്റ് ഈസ് മീൻ. ദ മീൻ ഓഫ് ദ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ലാംഡ മ്യൂ ഈക്വൽ ടു ലാംഡ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ ലാംഡ ഈക്വൽ ടു മീൻ എന്ന് പറഞ്ഞാൽ മ്യൂ ഈക്വൽ ടു ലാംഡയാണ്. അത് ഓർമ്മ വേണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ വേരിയൻസ് ആണ് ഡിറൈവ് ചെയ്യുന്നത്. വേരിയൻസ് ഓഫ് ദ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. വേരിയൻസ് എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മ്യൂ ആണ്. ഇതാണ് മീനാണ്. അതായത് അത് നമുക്ക് ലാംഡ എന്ന് ഇപ്പോൾ കിട്ടി. ലാംഡ സ്ക്വയർ ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ലാംഡ സ്ക്വയർ. അപ്പോൾ ലാംഡ സ്ക്വയർ അതുപോലെ തന്നെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് ആണ്. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ e to the power മൈനസ് ലാംഡ ലാംഡ പവർ എക്സ് ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഈ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. ഇനി അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് എന്ത് ചെയ്യും? ഇതിനെ ഈ എക്സ് സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്യും? ഈ എക്സ് സ്ക്വയറിനെ ഇതിൻ്റെ അകത്ത് e to the power മൈനസ് ലാംഡ പുറത്തെടുത്തു. പിന്നെ എക്സ് സ്ക്വയർ ലാംഡ പവർ എക്സിനെ ഈ എക്സ് സ്ക്വയറിനെ നമ്മൾ എന്ത് എഴുതി? എക്സ് സ്ക്വയറിനെ എന്ത് ചെയ്തു? എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് എക്സ് എന്ന് എഴുതി. ഈ എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് എക്സ് എന്ന് എഴുതി സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ലാംഡ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ ലാംഡ സ്ക്വയർ എന്താവും? ഈ ലാംഡ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ലാംഡ സ്ക്വയർ ഇവിടെ എഴുതും. പിന്നെ നമ്മൾ ആദ്യം വരുന്നത് ഈ പവർ ലാംഡ എല്ലാത്തിനും പുറത്തെടുത്തു. പിന്നെ ഈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇതിൻ്റെ അകത്തുനിന്ന് ആദ്യം എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പോയി കഴിഞ്ഞാൽ പിന്നെ എക്സ് ഫാക്ടോറിൻ്റെ അത് എക്സ് മൈനസ് 2 ഫാക്ടോറിയലാണ് ഉള്ളത്. ഇതിൻ്റെ അകത്ത് ആദ്യം ലാംഡ പവർ എക്സിൻ്റെ അകത്ത് ലാംഡ സ്ക്വയർ പുറത്തെടുത്തു. അപ്പോൾ പിന്നെ എന്താ? ലാംഡ പവർ എക്സ് മൈനസ് 2 ആണുള്ളത്. അതാണ്. ദെൻ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ എക്സും രണ്ടാമത്തെ ടേമാണ്. എക്സും എക്സ് ഫാക്ടോറിയലിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ കിട്ടും. ഈ പവർ മൈനസ് ലാംഡയാണ്. ഇവിടെ ഈ പവർ മൈനസ് ലാംഡ. ഇതിൻ്റെ അകത്ത് ഈ ലാംഡ പവർ എക്സിൻ്റെ അകത്ത് ഒരു ലാംഡ പുറത്തെടുക്കും. ആ ലാംഡ പുറത്ത് വന്നു. പിന്നെ എന്താ? ലാംഡ പവർ എക്സ് മൈനസ് 1. ഒന്നും കൂടെ മറന്നു പോകരുത്. ഒന്നും കൂടെ ഞാനിത് ഇവിടെ പറയാം. ലാംഡ സ്ക്വയർ ഈ മൈനസ് ലാംഡ സ്ക്വയർ എഴുതി. ഈ മൈനസ് ലാംഡ എന്ത് ചെയ്തു? രണ്ട് സ്ഥലത്തും പുറത്തെടുത്തിട്ടുണ്ട്. ഈ മൈനസ് ലാംഡ രണ്ട് സ്ഥലത്തും പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ രണ്ടുണ്ട്. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1ൻ്റെ അകത്ത് എക്സ് ഫാക്ടോറിയൽ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ താഴെ എക്സ് മൈനസ് 2 ഫാക്ടോറിയലാവും. എക്സ് മൈനസ് 2. ഈ ആദ്യത്തെ പാർട്ടിൽ ലാംഡ സ്ക്വയർ പുറത്തെടുക്കണം. ലാംഡ സ്ക്വയർ പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇവിടെ എന്തുണ്ടാവുക? ലാംഡ പവർ എക്സ് മൈനസ് 2 ആയി. അതാണ്. ഇനി രണ്ടാമത്തെ പാർട്ടിയിൽ നിന്ന് എക്സും എക്സ് ഫാക്ടോറിയലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ എക്സ് മൈനസ് 1 ഫാക്ടോറിയലാവും. ഈ ലാംഡ പവർ എക്സിൻ്റെ അകത്ത് ഒരു ലാംഡയാണ് പുറത്തെടുക്കുന്നത്.
പിന്നെ ലാംഡ പവർ എക്സ് മൈനസ് 1 ആയി. അതാണ്. ഓക്കെ. ദെൻ ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്യുകയാണ്. സിംപ്ലിഫൈ ചെയ്യുന്നു. ഇതിൻ്റെ അകത്തുനിന്ന് ഇത് അതുപോലെ തന്നെ എഴുതി, അതുപോലെ തന്നെ എഴുതി. ഇത് നമ്മൾ ആദ്യം എക്സിന് ഇവിടെ നമ്മൾ എക്സ് ഈക്വൽ ടു ഇവിടെ എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് തുടങ്ങി നമ്മുടെ എക്സ് ഈക്വൽ ടു 2 എന്നാണ് തുടങ്ങുക. എക്സ് ഈക്വൽ ടു 0 തുടങ്ങില്ല. 0 തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ എക്സിന് 0 കൊടുത്ത -2 ഫാക്ടോറിയൽ അത് ഇമ്മെറ്റീരിയലാണ്. എക്സിന് 1 കൊടുത്താൽ 1 - 2 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് -1 ഫാക്ടോറിയൽ അതും വരും. അതും ഇമ്മെറ്റീരിയലാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 2 ആണ് ആദ്യം കൊടുക്കേണ്ടത്. എക്സ് ഈക്വൽ ടു 2 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇവിടെ ലാംഡ പവർ 0 ഡിവൈഡ് ബൈ 0 ഫാക്ടോറിയൽ അത് 1 ആണ്. 1. പിന്നെ എക്സ് ഈക്വൽ ടു 3 കൊടുക്കുക. 3 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? ലാംഡ എന്ന് കിട്ടും. ലാംഡ പ്ലസ് എക്സ് ഈക്വൽ ടു 4 കൊടുത്താൽ എന്ത് കിട്ടും? മുകളിൽ എന്ത് കിട്ടും? ലാംഡ സ്ക്വയർ ബൈ ഫാക്ടോർ. താഴെ 4 കൊടുത്തു കഴിഞ്ഞാൽ 2 ഫാക്ടോറിയൽ ഉണ്ടാവും. പ്ലസ് ലാംഡ ഈക്വൽ ടു 5 കൊടുത്താലോ ലാംഡ ക്യൂബ് ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ. ഇതിങ്ങനെ പോവും. ഇതിന്റെ വാല്യൂ ആണ് എന്ത്? ഇ പവർ ലാംഡയുടെ എക്സ്പാൻഷൻ ആണിത്. അപ്പോൾ ഇത് ഇ പവർ ലാംഡയുടെ എക്സ്പാൻഷൻ ആണ്. പിന്നെ ഇവിടെ നമ്മൾ ഈ ലാംഡ ഇ പവർ മൈനസ് ലാംഡ എഴുതി. പിന്നെ ഇതും ഇതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. എക്സിന് ആദ്യം 1 കൊടുക്കുക, പിന്നെ എക്സിന് 2 കൊടുത്തു കഴിയുമ്പോൾ ഇത് തന്നെ കിട്ടും. ഇത് ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഇതും എന്താണ്? അത് ഇ പവർ ലാംഡയുടെ എക്സ്പാൻഷൻ ആണ്, മൈനസ് ലാംഡ സ്ക്വയർ. അതാണ്. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് പോയി, ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ എന്ത് കിട്ടി? ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ മൈനസ് ലാംഡ സ്ക്വയർ എന്ന് കിട്ടി. ലാംഡ സ്ക്വയറും പോയി ലാംഡ. അപ്പോൾ വേരിയൻസ് ഓഫ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ലാംഡയാണ്. വേരിയൻസ് മീനും വേരിയൻസ് ഒന്ന് തന്നെയാണ്. മീൻ എന്ന് പറയുന്നത് മ്യൂ, വേരിയൻസ് മ്യൂ എന്ന് പറയുന്നത് മ്യൂ, വേരിയൻസ് എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ. ഇത് രണ്ടും ലാംഡയാണ്. മ്യൂവും സിഗ്മ സ്ക്വയർ ഒന്ന് തന്നെയാണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. ഏതാണ് നമുക്ക് ഓർമ്മ വേണ്ടത്? പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ. ഓക്കെ. ദെൻ പോയിസോൺ അപ്രോക്സിമേഷൻ ടു ബൈനോമിയൽ. ബൈനോമിയലിന്റെ അപ്രോക്സിമേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ മേ ബി യൂസ്ഡ് ആസ് ആൻ അപ്രോക്സിമേഷൻ ടു ബൈനോമിയൽ അണ്ടർ ദ ഫോളോയിങ് കണ്ടീഷൻ. വെൻ n the number of trials become large, n greater than or equal to 20 ആണെങ്കിലും 20 ആകുകയും ഒന്നാമത്തെ കണ്ടീഷൻ. p the probability of success p less than or equal to 0.05 ആയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ് എന്ന് പറയുന്ന ബൈനോമിയൽ വേരിയബിളിനെ പോയിസോൺ വേരിയബിൾ ആക്കി എടുക്കാം. അതാണ്. അപ്പം എക്സ് ഫോളോസ് ബി എൻ ബി എന്നാണെങ്കിൽ എക്സ് ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ എൻ ആൻഡ് പി ആണെന്ന് വിചാരിക്കുക. ഈ n വളരെ ലാർജും 20ൽ കൂടുതലും പി വളരെ താഴെ എന്ന് പറഞ്ഞാൽ 0.05 താഴെയാണെങ്കിൽ എൻ പി ഈക്വൽ ടു ലാംഡ എന്നെടുക്കുക. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ എന്താവും? പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആവും വിത്ത് പാരാമീറ്റർ ലാംഡ, എൻ പി ഈക്വൽ ടു ലാംഡ. അതാണ്. നമ്മൾ ഒരു ബൈനോമിയൽ വേരിയബിൾ എടുക്കുക, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുക. അതിൽ n 20ൽ കൂടുതലും പി 0.05 താഴെയാണെങ്കിൽ നമ്മൾ ആ ബൈനോമിയൽ തിയറത്തിൻ്റെ പ്രോബ്ലം എല്ലാം പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലം ചെയ്യുന്ന പോലെ ചെയ്യാം. അവിടെ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ പാരാമീറ്റർ എന്നും പിയും ആണെങ്കിൽ ഇവിടെ പാരാമീറ്റർ ലാംഡയുള്ളൂ. ലാംഡ ഈക്വൽ ടു എൻ പി എന്ന് എടുത്താൽ മതി. അതാണ് നമുക്ക് ചെയ്യേണ്ട. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ. an application of Poisson distribution. The most common application of Poisson distribution is an enqueuing theory problem. Suppose customers arrive at a shop during the time interval independent of each other. Then the distribution of the number of arrival can be described with the help of Poisson distribution. നമ്മൾ ഏറ്റവും അവസാനം പോയിസോൺ പ്രോസസ്സിലെ പ്രോബ്ലം ചെയ്യും. നമ്മൾ ഒരു ടൈം ഡ്യൂറേഷനിൽ ഒരു കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനെ നമുക്ക് എന്തായി എടുക്കാം? പോയിസോൺ പ്രോസസ്സായിട്ട് എടുക്കാം. ആ ഇൻ്റർവെല്ലിൽ വരുന്നത് അത് നമ്മൾ അങ്ങോട്ട് പ്രോബ്ലം ചെയ്യും. ഇതാണ് ദ മോസ്റ്റ് സപ്പോസ് കസ്റ്റമേഴ്സ് അറൈവ് അറ്റ് എ ഷോപ്പ് ഡ്യൂറിങ് എ ടൈം ഇൻ്റർവെൽ ഇൻഡിപെൻഡൻ്റ് ഓഫ് ഈച്ച് അതർ. ഒരു ടൈം ഇൻ്റർവെല്ലിൽ ഈ കസ്റ്റമേഴ്സ് വരുന്നതിന് ഇൻഡിപെൻഡൻ്റ്, ഈ ടൈം ഇൻ്റർവെല്ലിലും അടുത്ത ടൈം ഇൻ്റർവെല്ലിലും വരുന്നത് വ്യത്യസ്തമായിരിക്കും. പക്ഷേ നമ്മുടെ അതിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ ഒന്ന് തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ടൈം ഇൻ്റർവെല്ലിൽ എത്ര കസ്റ്റമേഴ്സ് വരുന്നു എന്നുള്ളത് നമ്മൾ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ വെച്ച് ചെയ്യാം. അതിനെ നമ്മൾ പോയിസോൺ പ്രോസസ് എന്നാണ് പറയുന്നത്. നമ്മൾ അവസാനം പ്രോബ്ലം ചെയ്യും. ഓക്കെ. ദെൻ
The Poisson distribution is completely characterized by a single parameter mean lambda വെച്ച് നമുക്ക് Poisson distribution മുഴുവൻ ചെയ്യാം. The Poisson distribution is positively skewed distribution. ഇതുകൊണ്ടാ ലാംഡ ഈക്വൽ ടു 1 എന്ന് എടുക്കുക. ലാംഡ ഈക്വൽ ടു 1 എന്ന് എടുത്താൽ ആ കർവാണിത്. ലാംഡ ഈക്വൽ ടു അപ്പോൾ എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? ഇവിടെയാണ് 3.34 ഉണ്ടാവില്ല. ഇതാണ്. എന്നിട്ട് കയറി ഇങ്ങനെ വരും. ഇനി ലാംഡ ഈക്വൽ ടു 2 ആണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെയാണ് വരിക. ഏതാണ്ട് 0.15 വരും എക്സ് ഈക്വൽ ടു 0. ദെൻ ലാംഡ ഈക്വൽ ടു 3 എടുക്കുക. ലാംഡ ഈക്വൽ ടു 3 എടുക്കുക കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇതാ ഇവിടെ വരിക. 0.1 താഴെയായിരിക്കും. ഇനി ലാംഡ ഈക്വൽ ടു 4 എടുത്തു കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഇതാ ഇവിടെയാണ് വരിക. ആൻഡ് സോൺ. അപ്പോൾ ഇതെല്ലാം പോസിറ്റീവ് സ്ക്വയർ. ഇപ്പോൾ ലാംഡ ഈക്വൽ ടു 1 എടുത്തു കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇതാണ്. അത് കഴിഞ്ഞാൽ കയറി വന്നിട്ട് ഇങ്ങനെ വരും. ഇങ്ങനെ വന്ന് ഇതാണ്. ഇതെന്താണ്? ഇത് പോസിറ്റീവ്ലി സ്ക്യൂൻഡ് ഡിസ്ട്രിബ്യൂഷനാണ്. എന്ന് വലത് സൈഡിലേക്ക് സ്ക്യൂൻ ചെയ്ത് പോയിരിക്കുകയാണ്. ഇങ്ങനെ വളരെ കൂടുതൽ ലാംഡ ഈക്വൽ ടു 2 എന്തായിരിക്കും? ലാംഡ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ഇത് ഇവിടുന്ന് എക്സ് ഈക്വൽ ടു 0 എന്ന് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തും ഇതിന് മുകളിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കുറഞ്ഞ് സ്ക്യൂ ചെയ്ത് അങ്ങ് പോവുകയാണ്. അതാണ്. ദെൻ ലാംഡ ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ ഇതാണ്. ലാംഡ ഈക്വൽ ടു 6 കണ്ടോ? ഇങ്ങനെ കയറി 0യിൽ നിന്ന് കയറി മാക്സിമം ഇവിടെ എത്തും. 6ലെത്തുക. പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 6 എന്ന് പറയുന്നത് ഇതാണ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 6. അത് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ക്യൂൻ ചെയ്ത് ഇങ്ങനെ അങ്ങ് പോകും. ഇത് n ഈക്വൽ ടു 20 ആണെങ്കിലാണ്. n ഈക്വൽ ടു ഇവിടെ 20 ആണ്. അപ്പം അത് പി വളരെ കുറവും n 20 ആണെങ്കിലുള്ളതാണ് NB ഈക്വൽ ടു 1, NB ഈക്വൽ ടു 1, NB ഈക്വൽ ടു 2, NB ഈക്വൽ ടു 3യുടെ കർവാണ് ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ. ഇറ്റ് ഈസ് നോർമലി അപ്ലൈഡ് ഇൻ സിറ്റുവേഷൻ വെൻ ദ നമ്പർ ഓഫ് ട്രയൽസ് ഈസ് ലാർജ് ആൻഡ് ദ പ്രോബിലിറ്റി ഓഫ് സക്സസ് ഇൻ എ ട്രയൽ ഈസ് വെരി സ്മോൾ. അപ്പോഴാണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാം. നെക്സ്റ്റ് എക്സാമ്പിൾ 1. എ മാനുഫാക്ചറർ ഓഫ് പിൻസ് ഒബ്സർവ്ഡ് ദാറ്റ് 4% ഓഫ് ഹിസ് പ്രോഡക്റ്റ് ഈസ് ഡിഫക്റ്റീവ്. If the manufacturer sells 200 pins and gives a guarantee that not more than 10 pins will be defective, what is the probability of failing guarantee? അപ്പോൾ 4% ആണ് ഡിഫക്റ്റീവ് ആയിട്ടുണ്ടാകുക. അപ്പോൾ P ഈക്വൽ ടു 0.04 ആണ്. 200 പിന്നാണുള്ളത്. അപ്പോൾ N ഈക്വൽ ടു 200 ആണ്. N 20 കൂടുതലും P 0.05 താഴെയായതുകൊണ്ട് നമുക്കിവിടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കേണ്ട, പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കാം. അപ്പോൾ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ലാംഡ എന്ന് പറയുന്നത് ലാംഡ ഈക്വൽ ടു NP ആണ്. ദാറ്റ് ഈസ് NP. N 200, P 0.04. അപ്പോൾ ലാംഡ ഈക്വൽ ടു 8 ആണ്. അപ്പം the manufacturer will fail to meet the guarantee if the number of defective pin is observed to be more than 10. 10ൽ കൂടുതൽ ഡിഫക്റ്റീവ് പിൻ ഉണ്ടെങ്കിൽ ഗ്യാരണ്ടി വയലേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കാണേണ്ടത് പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 10 ആണ്. പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 10 കാണാനായിട്ട് ടോട്ടൽ പ്രോബിലിറ്റിയിൽ നിന്ന് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കുറച്ചാൽ മതി. 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ 10 എന്ന് പറഞ്ഞാൽ 0 മുതൽ 10 വരെയുള്ള പ്രോബിലിറ്റി കാണണം. ഇതാണ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 to 10. പ്രോബിലിറ്റിയുടെ ഇവിടെ ലാംഡ 8 ആയതുകൊണ്ട് (-) ലാംഡ പവർ എക്സ് ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇതിന് എക്സിന് 0 കൊടുക്കുക, +1 കൊടുക്കുക, 2 കൊടുക്കുക, അങ്ങനെ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ടേബിളിൻ്റെ അകത്തുനിന്ന് ലാംഡയുടെ വാല്യൂ എടുക്കുക. ഇങ്ങനെയാണ് ഉണ്ടാകുക. ലാംഡ ഇവിടെ നമ്മൾ എക്സിൻ്റെ വാല്യൂ ഉണ്ടാവും. ഇവിടെ ലാംഡയുടെ വാല്യൂ 8 എടുക്കുക. എക്സിൻ്റെ വാല്യൂ 0 ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0. പിന്നെ എക്സ് ഈക്വൽ ടു 1 ഉണ്ടാവും. 1 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0 + 1 ആയിരിക്കും. പിന്നെ 0 + 1 + 2 + 3. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ഈക്വൽ ടു 0 + 1 + 2 + 10 വരെയുള്ളതിൻ്റെ കാണണം. ലാംഡ 8 ആകണം. വലത് സൈഡിൽ 10 കാണണം. 10ന് താഴെയുള്ള 8 അത് എത്രയായിരിക്കണം? അപ്പം എക്സ് ഈക്വൽ ടു ഇതാ ഈ വാല്യൂ തന്നിട്ടുണ്ടാവും. ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ 0.8159 എന്ന് കിട്ടും. ലാംഡയുടെ വാല്യൂ 8ഉം എക്സിൻ്റെ വാല്യൂ 0 മുതലാണ്. ആദ്യം 0 ഉണ്ടാവും, പിന്നെ 0 + 1 ഉണ്ടാവും, പിന്നെ 0 + 1 + 2 ഉണ്ടാവും. അങ്ങനെ 0 + 1 + 2 + 10 വരെയുള്ളതുണ്ടാവും. 10 വരെയുള്ളത് ആ ടേബിളിൽ കൊടുത്തിട്ടുണ്ടാവും. അത് ഈ വാല്യൂ കൊടുത്തിരിക്കുന്നത് ടേബിൾ നോക്കിയാൽ. അപ്പോൾ ഇതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ 0.1841.
ഇതാണ് ഗ്യാരണ്ടി വയലേറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, വളരെ സിമ്പിളാണ്, ബൈനോമിയലിനേക്കാളും സുഖമായിട്ട് ചെയ്യാം. നെക്സ്റ്റ് എക്സാമ്പിൾ 2. ഇൻ എ ബുക്ക് ഓഫ് 500 പേജാണ്. 300 ടൈപ്പിംഗ് എറേഴ്സ് വെയർ ഒബ്സർവ്ഡ്. അസ്യൂമിംഗ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ, ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് 1 പേജ് വിൽ കണ്ടെയ്ൻ നോ എറർ. അപ്പം ഇവിടെ ലാംഡയാണ്. ലാംഡ എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പം എത്രയാണ് ഇവിടെ കിട്ടിയത്? ഒരു പേജാണ് എടുക്കുന്നത്. അപ്പോൾ n=1 ആണ്. ഒരു പേജിൽ ഉണ്ടാകുന്ന എററാണ്. ലാംഡ എത്രയാണ്? പി. ഇതാണ് 300 ടൈപ്പിംഗ് എറേഴ്സാണ് വരുന്നത്. അപ്പോൾ ടൈപ്പിംഗ് എറർ ഉണ്ടാകാനുള്ള സാധ്യത എത്രയാണ്? ലാംഡ = 300. ഇൻ എ ബുക്ക് ഓഫ് 500 പേജസ് 300 ടൈപ്പിംഗ് എറേഴ്സ് ഒബ്സർവ്ഡ്. അപ്പോൾ 300/500 ആണ് പി. അങ്ങനെയാണെങ്കിൽ അത് ഒരു പേജിലെയാണ് നമുക്ക് കാണേണ്ടത്, അതുകൊണ്ട് 1 ഇട്ടത്. അപ്പോൾ ലാംഡ = P × n. ഇവിടെ n 1 പേജാണ്, എന്നാലും 1 പേജിലുണ്ടാകുന്ന എറർ അപ്പം ആണ് കാണേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതാണ്. ലാംഡ = 0.6 ആണ്. 0.6 ആണ് ലാംഡ = 0. ഇത് അസ്യൂമിങ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു പേജിൽ ഇങ്ങനെ ഈ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ച് കാണുന്നത്. അപ്പോൾ പിയുടെ വാല്യൂ 300/500, പേജ് ഒരു പേജ് ആയതുകൊണ്ട് 1. 0.6 ലാംഡയുടെ വാല്യൂ 0.6. അങ്ങനെയാണെങ്കിൽ എന്താ സാധിക്കുന്നത്? ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് 1 പേജ് വിൽ കണ്ടെയ്ൻ നോ എറർ. x = 0. x = 0 ആണ് കാണേണ്ടത്. പ്രോബിലിറ്റി ഓഫ് x = 0. ലാംഡയുടെ വാല്യൂ 6 എന്ന് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ടേബിളിൽ നോക്കി കണ്ടുപിടിക്കുക. ടേബിളിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇതിൻ്റെ വാല്യൂ. അല്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേറ്ററിൽ നിന്ന് ഈ വാല്യൂ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ e⁻−0.6ന്റെ വാല്യൂ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ടേബിളിൽ 0.5488. അപ്പോൾ ഒരു പേജ് എടുത്താൽ അതിൻ്റെ അകത്ത് എറർ ഇല്ലാതിരിക്കാനുള്ള സാധ്യത ഇതാണ് 0.5488. ഓക്കെ, ദെൻ എക്സാമ്പിൾ 3. If 2% of halogen lamps manufactured by a company are defective. അപ്പം 2% ആണ്. അപ്പം 0.02 P. Find the probability that in a sample of 200 bulbs ആണ് എടുക്കുന്നത്. അപ്പം n = 200 bulbs ആണ്. bulbs less than 2 bulb are defective. അപ്പോൾ ലാംഡയുടെ വാല്യൂ എടുക്കണം. ലാംഡയുടെ വാല്യൂ പി. ഇതാണ് NP, ഇതാണ് N, ഇതാണ് P. അപ്പം ഇതെടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് NP ലാംഡ = 4 എന്ന് കിട്ടി. ലാംഡ = 4 എന്ന് കിട്ടി. എന്നും പിയും ലാംഡ = 4 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ലെസ് ദാൻ 2 ബൾബ്സ് ആർ ഡിഫക്റ്റീവ്. പ്രോബിലിറ്റി ഓഫ് x ലെസ് ദാൻ 2 ആണ് കാണേണ്ടത്. പ്രോബിലിറ്റി ഓഫ് x ലെസ് ദാൻ 2 ആണ് കാണേണ്ടത്. എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് x = 0 പ്ലസ് പ്രോബിലിറ്റി ഓഫ് x = 1. ഇതിൽ നിന്ന് 2 തരത്തിൽ നിങ്ങൾക്ക് കാണാം. ഒന്നുകിൽ നിങ്ങൾക്ക് ടേബിളിൻ്റെ അകത്ത് നിന്ന് 0 മുതൽ 1 വരെയുള്ള ലാംഡ = 4ന്റെ അകത്ത് 4ന്റെ ടേബിൾ നോക്കുക. ലാംഡ = 4ൽ x = 1ന്റെ ടേബിൾ നോക്കുക. x = 0 + 1ന്റെ ടേബിൾ നോക്കുക. അതിൻ്റെ ഡയറക്റ്റ് ഈ ആൻസർ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ പ്രോബിലിറ്റി ഓഫ് x = 0 എന്താ? e⁻⁻4 4/0 / 0 ഫാക്ടർ 1 ആണ്. പ്ലസ് പ്രോബിലിറ്റി ഓഫ് x = 1 എത്രയാ? e⁻⁻1 / 1 ഫാക്ടോറിയൽ. ഇത് രണ്ടും കൂടെ കാൽക്കുലേറ്ററിൽ അടിച്ച് കണ്ടാലും ഇത് കിട്ടും. അല്ലെങ്കിൽ നേരിട്ട് പ്രോബിലിറ്റി ഓഫ് സിഗ്മ x = 0 to 1 ലാംഡയുടെ വാല്യൂ എത്രയാ? ലാംഡയുടെ വാല്യൂ ഇവിടെ 4 ആണ്. e⁻λ പ്ലസ് e⁻−λ പവർ x 4 / ഫാക്ടോറിയൽ x എന്ന് കൊടുക്കുക. ഇതിൻ്റെ വാല്യൂ ഡയറക്റ്റ് കാണുക. x = 0 മുതൽ 1 വരെ ഉള്ളതാണ് കാണേണ്ടത്. അപ്പോൾ ഈ വാല്യൂ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കാണാനുള്ളത് ഇതിൻ്റെ അകത്ത് തന്നെ പ്രോബിലിറ്റി ഓഫ് x > 1 ആണ് കാണേണ്ടത്. പ്രോബിലിറ്റി ഓഫ് x > 1. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് x > 1 ആണ് കാണേണ്ടത്. പ്രോബിലിറ്റി ഓഫ് x t 3ൽ കൂടുതൽ. പ്രോബിലിറ്റി ഓഫ് x t ആണ് ഇവിടെ. നോട്ട് മോർ ദാൻ 3 ബൾബ്സ് ആർ ഡിഫക്റ്റീവ്. 3ൽ കൂടുതൽ ബൾബ് ഡിഫക്റ്റീവ് ആകണം. പ്രോബിലിറ്റി ഓഫ് x > 3 എന്ന് പറഞ്ഞാൽ 1 - പ്രോബിലിറ്റി ഓഫ് x < 3. ടോട്ടൽ പ്രോബിലിറ്റിന് 3ൽ താഴെ ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബിലിറ്റി കുറച്ചാൽ മതി. ടോട്ടൽ പ്രോബിലിറ്റിയിൽ 3ൽ താഴെയോ. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് x = 0, x = 1, x = 2 പ്ലസ് x = 3 3ൽ താഴെയോ. ഇത്. അപ്പം ലാംഡയുടെ വാല്യൂ 4 ആണ്. 0 മുതൽ 3 വരെയുള്ള ടേബിളിൽ നിന്ന് വാല്യൂ കാണുക. അത്
0.433 ആയിരിക്കും. സിഗ്മ എക്സ് ഈക്വൽ ടു 0 to 3 e to the power of lambda e to the power minus lambda power x divided by x factorial x equal to 0 to 3 ഈ ടേബിളിന് ഈ വാല്യൂ ആണ്, അത് ഇത് കിട്ടും. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ 0.567 ഇങ്ങനെ കിട്ടും. ഓക്കെ.